ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ അൺബോക്സിംഗ് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ബോക്സ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അഡ്രസ്സൊക്കെ ഇവിടെ ഞാൻ മറിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ അഡ്രസ്സ് മറിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം എന്താണ് ബോക്സിനകത്തുള്ളത് എന്നൊക്കെ. അത്യാവശ്യം നല്ല പാക്കിംഗ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേപ്പറൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തു. നമ്മൾ ഫസ്റ്റ് തന്നെ ഇതൊരു ഫയലല്ല, ഇത് നമ്മുടെ ട്രാവൻകൂറിൻ്റെ മുദ്രപത്രങ്ങളാണ്. അപ്പോൾ ട്രാവൻകൂറിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന മുദ്രപത്രങ്ങളാണ്. ഏകദേശം 20ഓളം പേപ്പർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20ഓളം പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു സാധനം ഇതാണ് ട്രാവൻകൂറിൻ്റെ മുദ്രപത്രങ്ങളാണ്. ട്രാവൻകൂറിൻ്റെ എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഒരുപാട് ബോണ്ട് പേപ്പർ ഉണ്ട് പരിചയപ്പെടുത്താൻ. അപ്പോൾ അത് ഞാൻ ഉടൻ തന്നെ ഒരു വീഡിയോസ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത് വരുന്നതെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പേപ്പർ ഒന്ന് മാറ്റി നോക്കാം. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ചിമ്മിനി വിളക്കാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആൻറ്റി കളക്ഷൻ ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു ചിമ്മിനി വിളക്കാണ്. നല്ല കണ്ടീഷനുള്ള നല്ല ക്വാളിറ്റിയുള്ള, അതായത് ഒരുവിധം നല്ല നമുക്കൊരു ആൻറ്റി കളക്ഷൻ തന്നെയാണിത്. നമുക്ക് ഈ ഷെൽഫിലൊക്കെ നമുക്ക് വയ്ക്കാനും. അപ്പോൾ ഇതാണ് ഒരു സാധനം. നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കി നോക്കാം. അതുപോലെ തന്നെ വേറൊരു ചിമ്മിനി വിളക്കാണ്. വേറൊരു പാറ്റേൺ ആണ്. ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ചിമ്മിനി വിളക്കുകൾ ഞാൻ കളക്ഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് വയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല കണ്ടീഷൻ സാധനമാണ്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ ഇതും വേറൊരു പാറ്റേൺ ടൈപ്പുള്ള വിളക്കാണ്. അത്യാവശ്യം ഇതൊക്കെ നമുക്ക് നല്ലൊരു ആൻറ്റി കളക്ഷനാണ്. അപ്പോൾ ആൻറ്റി കളക്ഷൻ ചെയ്യാൻ വേണ്ടി ഇതുപോലത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരുപാട് കളക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആൻറ്റി കളക്ഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ വിളക്കുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതും ഒരു വിളക്കാണ്. ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ പുതിയ തലമുറ ഒരിക്കലും കാണാൻ വഴിയില്ലാത്തൊരു സാധനമാണ്. ഇതാണ് പകിട എന്ന് പറയുന്ന സാധനം. പണ്ടൊക്കെ പകിട കളി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം പകിട കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പകിട കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ കളക്ഷനിലേക്ക് വയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് പകിട. അപ്പോൾ പകിട ഒന്നല്ല 2 പകിട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാറ്റേണും കൂടെ ഉണ്ട്. ഇതിൽ തന്നെ വേറൊരു സ്റ്റൈലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വേറൊരു ടൈപ്പ് ഓഫ് പകിട. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറ കാണാൻ ചാൻസ് കുറവാണ്. അത്യാവശ്യം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. നമ്മളെ പുതിയ തലമുറ ഒരിക്കലും കാണാൻ വഴിയില്ലാത്ത സാധനങ്ങളാണ് ഈ പകിട. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് പകിടകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് പകിട എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ കളക്ഷനിലേക്ക് വയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. ഇത് എല്ലാവർക്കും കണ്ടതായിട്ട് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ഈ കമ്പൗണ്ടർമാരൊക്കെ, അതായത് പണ്ട് പുറത്ത് നിന്ന് കമ്പൗണ്ടർമാരൊക്കെ വിളിക്കാൻ വേണ്ടി ഓഫീസിനകത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. ഇത് ബ്രോൺസ് മെറ്റലാണ്. അപ്പോൾ ഇതും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്കിതൊക്കെ ഇപ്പോൾ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കുറവാണ്. അത്യാവശ്യം ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ഇതൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരുന്നത്, ആൻറ്റി കളക്ഷനിലേക്ക് ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയാണ് ഞാൻ ഇതും എടുത്തത്. അപ്പോൾ ഇതൊരു ബ്രോൺസ് മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു സാധനം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതും എടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്കത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഇതാണ് ബെല്ലാണ്. പിന്നെ വന്നിട്ട് നമുക്ക് 2 ടൈപ്പ് പകിടകൾ.
അപ്പോൾ ഈ പകിട ഒരു റയർ സാധനമാണ്, നമുക്കിപ്പം നിലവിൽ ഇതൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കളക്ഷനിലേക്ക് വെക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. 2 ടൈപ്പ് ഓഫ് പകിട. പിന്നെ വന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള 3 ചിമ്മിനി വിളക്കുകൾ. പിന്നെ വന്നിട്ട് നമുക്ക് ഞാൻ നേരത്തെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ട്രാവൻകൂർ മുദ്രപത്രങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇപ്രാവശ്യം മേടിച്ചതും. എനിക്കപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 20ഓളം പേപ്പറുണ്ട്, ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ടുള്ള 20ഓളം പേപ്പറുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇപ്പോൾ മേടിച്ചു, എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.